അവനെ പഴയതുപോലെയാക്കും മടവൂർ. ഇസ്ലാമായി നീ ജനിച്ചത് മാനിച്ചോ, ഇലാഹിൽ ധ്യാനിച്ചോ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മുസ്ലിമായി ജനിക്കാൻ കഴിഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് മുസ്ലിം നാമധാരികളായ ചില വ്യക്തികൾ മഹത്തുക്കളായ ഔലിയാക്കളുടെ മദ്ഹ് എന്ന വ്യാജേന അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ കുഫറിൻ്റെ വരികൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോയിൽ അത്തരമൊരു ഗുരുതര വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു പാട്ട്, ആ പാട്ടിലെ വരികൾ പരിശോധിച്ചാൽ ശപിക്കപ്പെട്ട ഇബ്ലീസിനെ പോലും മലക്കുകളുടെ ഉസ്താദാക്കി മാറ്റാൻ മടവൂർ CM വലിയുള്ളാഹിക്ക് കഴിയുമെന്ന് പാടുന്നത് എത്രത്തോളം വലിയ വിഡ്ഢിത്തമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ശപിക്കുകയും നരകവാസിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഇബ്ലീസിനെ രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമെന്ന് വിശ്വസിക്കൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ചോദ്യം ചെയ്യലാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മാറ്റാൻ ദുനിയാവിലെ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എന്നെന്നും ജീവിക്കുന്നവൻ, സ്വയം നിലനിൽക്കുന്നവൻ എന്നീ വിശേഷണങ്ങൾ സൃഷ്ടികൾക്ക് ചാർത്തിക്കൊടുക്കുന്നത് ഗുരുതരമായ ശിർക്കാണ്. അള്ളാഹുവിൻ്റെ തിരുനാമങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അരച്ചു ചേർത്തുവെന്ന് പറയുന്നതിലൂടെ ഇവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇത് കേവലം ഭക്തിയല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ അടിത്തറ തോണ്ടുന്ന കള്ളവാദങ്ങളാണ്. അള്ളാഹുവും സൃഷ്ടിയും ഒന്നാണെന്ന കുഫറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത്തരക്കാരുടെ ചില പാട്ടുകൾ. ഇത് ഇസ്ലാമിക വിശ്വാസത്തിന് തീർത്തും വിരുദ്ധമാണ്. അള്ളാഹു ഏകനാണ്, അവന് തുല്യനായി ആരുമില്ല. മഹത്തുക്കളായ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ്, അല്ലാതെ അവർ അള്ളാഹുവല്ല. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഭക്തിയുടെ പേരിൽ ആര് പാടിയാലും എഴുതിയാലും അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മനോഹരമായ ഈണത്തിലോ വേഷത്തിലോ വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കരുത്. നമ്മുടെ ഈമാൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് ഇത്തരക്കാരുടെ കുഫർ വരികൾ കേട്ട് നശിപ്പിച്ചു കളയരുത്. അള്ളാഹുവിനെ ഭയപ്പെടുക. മഹത്തുക്കളായ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് കാരണമാകും. അറിവില്ലാതെ സാധാരണക്കാരെ വഴിപിഴപ്പിക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിയുകയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുക. ഖിയാമത്ത് നാളിൽ ഇതിനെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം എപ്പോഴും ഓർത്തു വെക്കുക. സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ഇത്തരത്തിലുള്ള വ്യാജ തിരീക്കത്തുകാരെയും കള്ളവാദികളെയും തിരിച്ചറിയുക. അല്ലെങ്കിലും ഇത്തരക്കാർ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വരികൾ പടച്ചുവിടുന്നത്? പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് വലിയ ഗുരുതര തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുമെങ്കിലും ഈ ഗാനങ്ങൾക്കും ലൈക്കടിച്ച് മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നൊക്കെ കമന്റ് നൽകുന്ന മറ്റു ചിലരും വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ. ഉന്നതരാം കേമമലായിക്കത്തിൻ ഗുരുവാക്കും. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ. വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ.